അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക് ഒബാമയുടെ കണ്ണുനീരും കരച്ചിലും റൊണാൾഡ് ട്രംപിന്റെ അധികാരച്ചിരിയും അമേരിക്കക്കാരെയും ലോകത്തെ മുഴുവനും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികാര കൈമാറ്റം പലപ്പോഴും ലോകത്തിന് സന്തോഷം പകരുന്ന കാര്യമാണ്. പക്ഷേ ഒരു അധികാര കൈമാറ്റത്തിലെ നിലവിലുള്ള ഭരണാധികാരിയുടെ കരച്ചിലും അതുപോലെ ഭരണമേറ്റെടുക്കുന്ന പുതിയ പ്രസിഡന്റിന്റെ ചിരിയുമൊക്കെ ലോകം മുഴുക്കെ ആശങ്കയോടുകൂടെയാണ് നോക്കിക്കാണുന്നത്. 2008 മുതൽ 2016 വരെ 8 വർഷക്കാലം അമേരിക്ക ഭരിച്ച ബാറക് ഒബാമ തന്റെ അധികാര സ്ഥാനലബ്ധിക്ക് സാക്ഷിയായ ചിക്കാഗോ നഗരത്തിൽ വെച്ച് തന്നെയാണ് വിടവാങ്ങൽ പ്രസംഗവും നടത്തിയത്. ആ വിടവാങ്ങൽ പ്രസംഗം കേട്ട ലോകം കരഞ്ഞു. അമേരിക്കക്കാർ വലിയൊരു വിഭാഗം കരഞ്ഞു. കാരണം സമർത്ഥനായ പ്രഭാഷകൻ കൂടെയാണ് ബാറക് ഒബാമ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ മാനങ്ങൾ എന്താണെന്നോ അറിയില്ല. പക്ഷേ പലതും പലവർക്കും പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? 8 വർഷക്കാലം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചക്കരക്കൂടത്തിൽ കൈയിട്ട് ജീവിച്ച് അതിൽ നിന്ന് വേർപിരിയുമ്പോഴുണ്ടാവുന്ന സങ്കടമാണോ ഒബാമയുടെ കരച്ചിൽ? അല്ല, അധികാര കാലഘട്ടങ്ങളിൽ തന്റെ ജനതയുമായി ഇടപഴകി ജീവിച്ചപ്പോഴുണ്ടായിരുന്ന വിഹരത്തിന്റെ വേദനയാണോ അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ മാനം? അതല്ല. ഒബാമ അധികാരത്തിലേക്ക് വരുമ്പോ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അമേരിക്കക്കാർക്ക് മാത്രമല്ല, ലോകത്തിന് പോലും. തന്റെ പ്രചാരണ കാലയങ്ങളിലും അധികാരമേറ്റെടുക്കുന്ന സമയത്തും ഒബാമയുടെ പ്രഭാഷണം അത്രയും ലോകം ഉറ്റുനോക്കിയ പ്രസംഗമായിരുന്നു. എന്തുകൊണ്ട്? കലുഷമായ അതിന് മുമ്പുള്ള 2 യുദ്ധങ്ങൾ ലോകത്തുണ്ടാക്കിയ വിള്ളലുകളും അതുപോലെ വിലാപങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് പ്രതീക്ഷയുള്ള പ്രഖ്യാപനങ്ങളുമായി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് കടന്നുവരുന്നത്. അങ്ങനെ ഒബാമ പ്രസംഗിച്ചു. അതുപോലെ കൈറോയിൽ ചെന്ന് 2009 ഒരു പ്രസംഗം നടത്തി, മുസ്ലിം രാഷ്ട്ര തലവന്മാരൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്. ലോകത്ത് 1948 മുതൽ 50 വർഷത്തിലേറെ കാലമായി വളരെ പ്രയാസമനുഭവിക്കുന്ന ഫലസ്തീനികൾക്കൊരു പ്രതീക്ഷ നൽകുന്ന പ്രഭാഷണമായിരുന്നു അത്. ആ പ്രഭാഷണമെല്ലാം ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ 8 വർഷക്കാലത്തെ ഭരണത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും കാര്യമായ പലതും ചെയ്യാൻ കഴിയാത്തതിലുള്ള വേദനയാണോ അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുനീർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അദ്ദേഹം അവസാനമായി പറഞ്ഞു വച്ച ഒരു സങ്കടമുണ്ട്. ആ സങ്കടം ഇനിയും ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്താണ് ആ സങ്കടം? അമേരിക്കയുടെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പ്രത്യാശിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന കറുത്ത വർഗക്കാരന്റെ വിമോചകനായി ലോകത്ത് ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ നടത്തിയ 39ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ കറുത്ത ഹൃദയമുള്ള വെള്ളക്കാരന്റെ വെടിയേറ്റ് മരിച്ച മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് സ്വപ്നത്തെ മുന്നിൽ വെച്ച് ധീരമായി അദ്ദേഹം പ്രസംഗിച്ചു. ആ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന കറുത്ത വർഗക്കാരുടെ വിമോചകനായ അധസ്ഥിതരുടെ വിമോചകന്റെ ആ സ്വപ്നമാണ് ആ ബാറക് ഒബാമയുടെ അധികാരലബ്ധിയെന്ന്, അതിന്റെ സാക്ഷാത്കാരവും സാഫല്യവുമാണെന്ന് ലോകം ആവേശത്തോടെ പറഞ്ഞിരുന്നു. അതേ ബാറക് ഒബാമ കെനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് കുടുംബവേരുള്ള ആഫ്രിക്കൻ വംശജ കുടുംബത്തിൽ വന്ന ബാറക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കറുത്ത വർഗക്കാർ, പാവപ്പെട്ട മനുഷ്യന്മാർ, വർണ്ണവിവേചനം ഇന്നും അമേരിക്കയുടെ ശാപമായി നിലനിൽക്കുകയാണ്. 8 വർഷക്കാലത്തിനിടയിൽ ഒബാമ ഭരിച്ച അമേരിക്കയിലും നിരവധി കറുത്ത വർഗക്കാർ വെള്ളക്കാരന്റെ വർണ്ണവെറിയന്മാരുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഒബാമയുടെ കണ്ണുനീരിന്റെ അർത്ഥമെങ്കിൽ മാനമെങ്കിൽ ആ കണ്ണുനീര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. പക്ഷേ അതാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആ ഒരു ആശങ്ക മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ ഭരണചക്രം അല്ലെങ്കിൽ അധികാര ചെങ്കോൽ റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ആ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ലോകത്തിന് വല്ല പ്രതീക്ഷയുണ്ടോ?
അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്ത് ഇന്ന് ആധുനിക ലോകത്തെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണമാറ്റങ്ങളെ കൊണ്ട് ഭരണീയരായ ജനങ്ങൾക്കൊരു പുരോഗതിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നാടിന്റെ പരിതസ്ഥിതിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ദരിദ്രരുടെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണുന്നില്ല. അസ്വസ്ഥപൂർണമായ സാഹചര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഭരണമാറ്റങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അതേ ആവർത്തനം ഇനിയും വരാൻ പോവുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഴുവനും വംശവെറിയുടെ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിലുള്ള അനൈക്യത്തെ ചൂഷണം ചെയ്ത് അധികാരത്തിലേക്ക് വന്ന റൊണാൾഡ് ട്രംപിനെ ലോകപ്രശസ്തമായ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണലുമൊക്കെ വിശേഷിപ്പിച്ചത് ഷേക്സ്പിയറുടെ ഒരു കഥാപാത്രത്തോടാണ്. റിച്ചാർഡ് മൂന്നാമൻ എന്ന് പറയുന്ന 15ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന ആ ഭരണാധികാരി ചരിത്രത്തിൽ എന്നും ഒരു അപവാദമാണ്. കാരണം എന്തുകൊണ്ട്? ജനങ്ങൾക്കിടയിലുള്ള അനൈക്യത്തെയും അരാജകത്വത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ